ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രായൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. പടം ഡയറക്റ്റഡ് ബൈ റിട്ടേൺ ബൈ ധനുഷ്. ധനുഷിൻ്റെ 50ാമത്തെ പടത്തിലും കൂടെ ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആ പടം തോന്നിയത്. ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പടമാണ് പക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്. ഇതിലൊരു വലിയൊരു ക്യാരക്ടേഴ്സിൻ്റെ നിര തന്നെ ഉണ്ട്. ധനുഷ് മെയിൻ ക്യാരക്ടറാണ്. പിന്നെ എസ് സൂര്യ എപ്പോഴത്തെയും പോലെ തകർത്ത് അഴിഞ്ഞാടി തിമിർത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ സന്ദീപ് കിഷൻ റോള് ഓക്കെ, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇവർ റോളൊക്കെ പിന്നെ കാളിദാസ്, ജയറാം, സെൽവരാഘവനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പ്രകാശ് രാജ് ഒന്നും പറയണ്ട, പുള്ളിക്കാരനെ എപ്പോഴും പുള്ളിക്കാരൻ്റെ റോള് നീറ്റാൻ വീടാണ്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടങ്ങ് പോകും. പിന്നെ ദുഷരയുടെ കാര്യം എടുത്ത് പറയണം. ധനുഷിൻ്റെ സിസ്റ്ററായിട്ട് വരുന്നത്, മീൻസ് യങ് സിസ്റ്ററായിട്ട് വരുന്ന ക്യാരക്ടറാണ്. പുള്ളിക്കാരുടെ ക്യാരക്ടർ അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും ഫേസ് എക്സ്പ്രഷൻ, ആക്ടിങ്ങിൽ പൊളിയായിരുന്നു. പിന്നെ അപർണ ബാലമുരളീധരൻ, അതെടുത്ത് പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി എത്ര അങ്ങോട്ട് വന്നാലും കയറി വന്നാലും ആ ഒരു ആക്ടിങ്ങിന് യാതൊരു പഞ്ഞവും ഇല്ല, തകർത്തിട്ടുണ്ട് പുള്ളിക്കാരി. ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് സൂപ്പറായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഷോക്ക് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരി അത് നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിന് കൺഗ്രാറ്റ്സ് കൊടുക്കണം. പിന്നെ വരലക്ഷ്മി ശരത് കുമാറുണ്ട്, ചെറിയ റോൾ അവിടെയൊക്കെ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ കിടിലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ എസ് സൂര്യ മെയിനായിട്ട് തോന്നിയത്. ധനുഷിൻ്റെ പെർഫോമൻസ് കൊള്ളൂരൊന്നുമല്ല, പക്ഷേ ക്യാരക്ടേഴ്സൊക്കെ ചൂസ് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പടത്തിലായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. അത്ര ഒരു സാറ്റിസ്ഫൈങ് എനിക്ക് കിട്ടിയില്ല പടത്തിൽ. പിന്നെ മ്യൂസിക് ബൈ എ ആർ റഹ്മാൻ. മ്യൂസിക് പുള്ളിക്കാരൻ കറക്റ്റായിട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പടത്തിന് കിട്ടാനുള്ള ഒരു പവറിന്. പക്ഷെ ആ ഒരു സീനിനൊന്നും ഒരു പവർ വന്നിട്ടില്ല. ആ പാടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രോൾ സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. എടുത്തു പറയണം, ഫൈറ്റ് സീക്വൻസ് എടുത്തത് പീറ്റർ ഹെയ്ൻ ആണ്. അതിൽ പീറ്റർ ഹെയ്ൻ്റെ ഇതിന് മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇന്ത്യൻ 2 വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഭേദമായിരുന്നു സത്യം പറഞ്ഞാൽ ആക്ഷൻ സീക്വൻസി. അത് പോരാഞ്ഞിട്ട് ഈ ആക്ഷൻ സീക്വൻസിൽ എല്ലാം കൊള്ളാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇൻ്റർവെല്ലിലെ സീൻ അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് പൊളി ഫൈറ്റ് സീനാണ് ഇൻ്റർവെല്ലിൽ. ക്ലൈമാക്സ് സീൻസൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം കുറേ ഗോറൊക്കെ കുത്തിക്കറ്റാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ ഒരു ഗോറെന്ന് വെച്ച് കഴിയുമ്പോൾ ആ ഒരു പടത്തിലൂടെ ഒരു എഫക്റ്റ് വന്നാലേ ഒരു ഗോർ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ വലിയ ഗോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിലത്തെ മെയിൻ എടുത്ത് പറയേണ്ടത് ഡയറക്ഷൻ തന്നെയാണ്. കാരണം പുള്ളിക്കാരനൊരു ട്രൈ നടത്തി, പക്ഷേ ഫ്ലോപ്പ് ആയില്ല. അതൊരു ലക്കി ഷോട്ടാണ്. ഒരു ആവറേജ് ആയിട്ടെങ്കിലും പോയതിന് വലിയ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരെ എടുത്തിട്ടുണ്ട്, മാക്സിമം പുള്ളിക്കാരൻ്റെ എഫേർട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ധനുഷിന് കാരണം സ്വന്തം പടത്തിൽ അഭിനയിച്ച് ആക്ട് ചെയ്യുന്ന വെച്ചാൽ നിസ്സാര പരിപാടിയല്ല, ചെറിയൊരു കട്ടച്ചോറ പരിപാടിയാണ്. പക്ഷേ അത് പുള്ളിക്കാരൻ നല്ലോണം എഫേർട്ട് പുള്ളിക്കാരൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് വർക്കൗട്ടായില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് അവിടെ ധനുഷിനായിട്ട് തന്നെ കുറേ ഹൈപ്പ് കൊടുത്തിട്ട് അങ്ങ് താന്നു പോകുന്നു എനിക്ക് തോന്നിപ്പോയി. ക്യാരക്ടർ വൈസിൽ അങ്ങ് താന്നു പോകുന്നു. ആ ഒരു ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്യും. ആഴ്ച ഇൻട്രോയിൽ പിന്നെ അങ്ങോട്ട് തകർക്കും അങ്ങുമില്ല, പിന്നെയും താങ്ങ് ഉറങ്ങി വീണ് ധനുഷ്. ഒരു പവർ ഇല്ലായിരുന്നു ഒരു പടത്തിന്. പക്ഷെ എനിക്ക് കാളിദാസിൻ്റെ ഒക്കെ ആക്ടിങ് ഭയങ്കര നാച്ചുറലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സന്ദീപിൻ്റെയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അങ്ങനെ മറ്റേ പുള്ളിക്കാരി ദുഷരയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറയാം, സെക്കൻഡ് ഹാഫ് മൊത്തം തൂക്കിയത് എസ് സൂര്യ തന്നെയാണ് എനിക്ക് തോന്നിയത്. എസ് സൂര്യ ഇപ്പോൾ എല്ലായിടത്തിലും വില്ലനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ഇതിന് ഒരു എൻഡ് ഉണ്ടാകുമായിരിക്കും ഉടനെ തന്നെ. നമ്മുടെ വിജയ് സേതുപതി എൻഡ് ചെയ്ത പോലെ ഇതിനൊരു എൻഡ് ഉണ്ടായിരിക്കും. പക്ഷേ വിജയ് സേതുപതിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, വിജയ് സേതുപതിക്ക്. അതുപോലെ എസ് സൂര്യയും ഇതിലുള്ള പുള്ളിക്കാരൻ കട്ടയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. എത്ര വലിയ നെഗറ്റീവ് ആണെങ്കിലും പുള്ളിക്കാരൻ തകർത്താടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്ര ഉള്ളു, വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയില്ല. മ്യൂസിക് എനിക്ക് ആ ഒരു പാട്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ആ ട്രെയിലറിൽ അവസാന സീക്വൻസ് കാണിച്ച സാധനം, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റി അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടുണ്ട്. അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എൻഡിങ് പോർഷൻസ് ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാൻ നോക്കിയത്, പക്ഷേ എനിക്കത് വർക്കൗട്ട് ആയില്ല. ഭയങ്കര ഡള്ളായിരുന്നു പടം.
ഒരു ഉണർവില്ല പടത്തിന്, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഒരു ആവറേജ് മൂവി, അങ്ങനെ വേസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് മൂവിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം അനന്ത് KC. എല്ലാം ആവട്ടെ. ബൈ.